വാളിക്കൽ ഹൈദരാലിയാണ്. നമ്മളിവിടെ അത് പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ പ്രദേശത്ത് തന്നെയുള്ള ഒരു ബിൽഡിംഗാണ്. ഈ പ്രൊജക്റ്റിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും ഒരു 1.5 സെൻറ്റിലുള്ള ഒരു പ്രൊജക്റ്റാണത്. ചലഞ്ചിങ് പ്രൊജക്റ്റ് തന്നെയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ശരിക്ക് നമ്മളെ ഒരു കുറഞ്ഞ ഏരിയയിൽ എങ്ങനെ റവന്യൂ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലുള്ളൊരു ചലഞ്ചിങ് കൂടി നമ്മൾ അതിലൂടെ ചലഞ്ച് ചെയ്തായിരുന്നു. കാരണം നമ്മൾ ആദ്യമായി ഇപ്പോൾ ക്ലയൻറ്റ് എന്നെ സമീപിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു കൊമേഴ്ഷ്യൽ സ്പേസ്, അതായത് ഗോഡൗൺ രീതിയിൽ സമീപിച്ചത്. പക്ഷേ നമ്മൾ ഇതിലൊരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു, റെൻ്റൽ ഇൻകം കിട്ടുന്ന രീതിയിൽ. അങ്ങനെ തന്നെ നമ്മൾ അതിനെ ഡിസൈൻ സ്റ്റേജിലോട്ട് കടന്നപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരു 1 സ്റ്റോറി അല്ലെങ്കിൽ 2 സ്റ്റോറി ആയിരുന്നു ആവശ്യപ്പെട്ടത്. കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം നമ്മളതിനെ പ്ലാൻ ചെയ്തപ്പോൾ നമുക്കതിലൊരു 3 സ്റ്റോറി വരെ നമുക്കത് കിട്ടി. 3 സ്റ്റോറി 3 യൂണിറ്റായിട്ട് തന്നെ നമ്മളത് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മളത് ഡിസൈൻ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് ശരിക്കും അതൊരു ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. പെർമിറ്റ് എടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഓക്കെ, വിത്തിൻ 1 വീക്കിൽ തന്നെ നമുക്കതിൻ്റെ പെർമിറ്റ് എടുക്കാൻ കഴിഞ്ഞു. പ്രോപ്പർ പ്ലാനിങ്ങിൽ തന്നെയാണ് നമ്മളത് പോയതുകൊണ്ട് തന്നെയാണ് നമുക്കത് കഴിഞ്ഞത്. അങ്ങനെ നമ്മളത് 1 വീക്ക് കൊണ്ട് തന്നെ നമ്മളത് പെർമിറ്റ് എടുത്തു. അതിനുശേഷം നമുക്ക് ഈ 1.5 സെൻറ്റിലുള്ള അടുത്തൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ വാട്ടർ സോഴ്സാണ്. വാട്ടർ സോഴ്സ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു നമുക്കൊരു ചലഞ്ചിങ് തന്നെ ആയിരുന്നു. ഇപ്പോൾ ക്ലയൻറ്റിനെ സംബന്ധിച്ച് അതൊരു ചലഞ്ചിങ് ആണ്. അങ്ങനെ അതിൽ തന്നെ ഈ 1.5 സെൻറ്റിൽ തന്നെ നമുക്കത് ബോർവെല്ലാണ് കിട്ടിയത്. അങ്ങനെ അതൊരു കോർണറിൽ തന്നെ നമുക്കത് ബോർവെൽ കിട്ടാൻ സാധിച്ചു. പിന്നീട് നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലോട്ട് കടക്കുമ്പോഴും നമുക്കത് വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു. കാരണം ശരിക്കും അതൊരു വെറും 1.5 സെൻറ്റ് പ്ലോട്ട് എന്നുള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാനും നമ്മുടെ വർക്കിംഗ് സ്റ്റേജിലും ഒക്കെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് അവിടെ ഫേസ് ചെയ്തെങ്കിൽ പോലും നമ്മളത് പ്രോപ്പർ വേയിൽ പോയതുകൊണ്ട് തന്നെ നമുക്കത് നിയർലി അത് 8 months to 1 year ഉള്ളിൽ തന്നെ നമുക്കത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഗ്രാനൈറ്റാണ് നമ്മളവിടെ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചത്. അവിടെ നമുക്ക് ആ ഒരു ഫ്ലോറിങ് ടൈമിൽ അതിൽ കൂടുതൽ നമുക്ക് കുറച്ച് ഫേസ് ചെയ്യേണ്ടി വന്നു നമ്മൾ ആ ഒരു സ്ഥലപരിമിതി. നമ്മുടെ ആ പ്രൊജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജ് ഉടനീളം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. അങ്ങനെ നമുക്കതിൻ്റെ കംപ്ലീഷൻ എത്തി. നമുക്കൊരു 8 months to 1 year ആണ് നമുക്കതിൻ്റെ പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് ചെയ്യാനൊരു ടൈം എടുത്തത്. അതിനുശേഷം ശരിക്കും നമുക്ക് ആ പ്രൊജക്റ്റിലുടനീളം എനിക്കത് പല ഭാഗത്തുനിന്ന് അഭിപ്രായങ്ങൾ വരാം. അത് എങ്ങനെ ഈ 1.5 സെൻറ്റിൽ പെർമിറ്റ് കിട്ടി, ഇതിന് പെർമിറ്റ് ഉണ്ടോ, ആ രീതിയിലൊക്കെ ശരിക്കും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പിന്നെ ഇതിന് കംപ്ലീഷൻ കിട്ടുമോ, അങ്ങനെയൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. നമുക്കതങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ നമുക്കത് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഉടനെ വിത്തിൻ 1 വീക്കിൽ തന്നെ നമുക്കതിൻ്റെ നമ്പറും കിട്ടിയിരുന്നു. പിന്നെ അതിന് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് നമ്മളത് ഹാൻഡ് ഓവർ ചെയ്ത ഉടനെ നമുക്ക് ശരിക്കും ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ ശരിക്കും റെൻറ്റിന് ആൾക്കാരായി എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.